ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനോഹരനാണെങ്കിൽ അവൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന അന്നദാനമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ചേച്ചി വേഗം കുറച്ച് അരി എടുത്ത് കഴുകു, നമുക്ക് കഞ്ഞി കുടിച്ച് തൽക്കാലം വിശപ്പ് മാറ്റാന്ന് പറഞ്ഞപ്പോൾ അരി ആ വീട്ടിലുണ്ടായിരുന്നില്ല. മാത്രമല്ല മേഘ പോകുമ്പം പറഞ്ഞതാണ് അവളുടെ കയ്യിൽ പണമില്ലാന്ന്. മുത്തശ്ശി അതൊക്കെ സങ്കടത്തോടെ പറയുകയാണ്, ഇനി നമ്മളിന്ന് പട്ടിണി കിടക്കണം. അപ്പോൾ മനോഹരൻ സ്വയം ചിന്തിക്കുന്നുണ്ട്, സാരയില്ല, പ്രണയിക്കുന്നതിന് വേണ്ടി ഒരു സമയത്ത് പട്ടിണി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ദേഷ്യം കൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഡാ, ഓസിക്ക് കിട്ടുന്ന അന്നദാനം വാങ്ങിയിട്ട് വരാൻ കൂടി കഴിവില്ലാത്തവനായിപ്പോയല്ലോ നീ. അല്ല, നീ കൊണ്ടുപോയ പാത്രം എവിടെ? പാത്രം, ദൈവമേ, ഇപ്പം എന്താ ചേച്ചിയോട് പറയുക? അത് പാത്രം ഞാൻ അവിടെ അന്നദാനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്ത അന്നദാനം കിട്ടുമ്പോൾ വേഗം തന്നെ നമുക്ക് കിട്ടുമല്ലോ, അതിനുവേണ്ടി പാത്രം അവിടെ വെച്ചിട്ട് വന്നതാ. ഓ, അതിനാണോ? എന്നിട്ടും മുത്തശ്ശിക്ക് സങ്കടം മാറുന്നില്ല. കാരണം 2 പാത്രമൊക്കെ കൊടുത്തു വിട്ടതാണ് അന്നദാനം കഴിക്കാമെന്ന് കരുതിയിട്ട്. ആ സമയത്താണ് പുഷ്പ 2 പാത്രമായിട്ട് നടന്നു വരുന്നത്, ആഴിക്കുലുങ്ങി. ആദ്യം തന്നെ കാണുന്നത് മനോഹരനാണ്. അയ്യോ, പുഷ്പ പാത്രമായിട്ട് വരുന്നുണ്ടല്ലോ, ചേച്ചി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവും. എന്നിട്ട് മനോഹരൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പൊയ്ക്കോ പൊയ്ക്കോ എന്ന്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ആടിക്കൊഴിഞ്ഞ് വരികയാണ് പുഷ്പ. അയ്യോ, വരല്ലേ, പോ 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 എന്നൊക്കെ കൈകൊണ്ടും ശബ്ദം താഴ്ത്തിയൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അതൊന്നും പുഷ്പ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും അവരുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. താൻ കൊടുത്തു വിട്ട പാത്രമായിട്ട് പുഷ്പ വന്നത് കണ്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ ഞെട്ടിയിട്ട് മനോഹരനെ നോക്കുകയാണ്. അപ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് പുഷ്പ മനോഹരനോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നുവിട്ട പുളിർ സാദം, തൈര് സാദം, ലെമൺ സാദം ഒക്കെ നന്നായിട്ടുണ്ട്. അത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. മനോഹരനാണെങ്കിൽ പ്രണയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സന്തോഷവും ചേച്ചി അറിഞ്ഞതിലെ ടെൻഷനും കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ വയറ് നിറഞ്ഞു, ബാക്കി ഞാൻ രാത്രിത്തേക്കും വെച്ചിട്ടുണ്ട്, ഒരുപാട് നന്ദി എന്നൊക്കെ കൊഞ്ചിക്കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. ഇന്നാ നിങ്ങളുടെ തൂക്കുപാത്രം എന്ന് പറഞ്ഞിട്ട് ആ 2 പാത്രങ്ങളും മനോഹരന് കൊടുക്കുകയാണ്. അതൊക്കെ നോക്കിയിട്ട് ചേച്ചി ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇനി അന്നദാനം എപ്പോഴാണ് ഉള്ളത്? അപ്പോൾ മുത്തശ്ശിയാണ് മറുപടി പറയുന്നത്, ഇനി അന്നദാനം നാളെയാണ് ഉണ്ടാവുക. ഓ, അങ്ങനെയാണോ? എന്നിട്ട് മനോഹരനോട് പറയാണ്, നാളെയും ഞാൻ പാചകമൊന്നും ചെയ്യില്ല, നിങ്ങൾ അന്നദാനത്തിനുള്ള ചോറ് വാങ്ങിയിട്ട് വരണം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട, അവൻ വാങ്ങിത്തരും, പൊയ്ക്കോ. പോട്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം അരിച്ച് കയറുന്നുണ്ട്. അവൾ അവിടുന്ന് നീങ്ങിയതും ഛേ ഥു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി തുപ്പുവാണ്. മനോഹരൻ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പോകാൻ നേരമില്ലാതെ മനോഹരന് നേരെ തട്ടിക്കയറുകയാണ്. എടാ, 30 വർഷമായിട്ട് ഞാൻ ചോറ് തന്ന് നിന്നെ വളർത്തുക, എന്നിട്ട് നീ അന്നദാനം വാങ്ങിക്കൊണ്ടുവന്ന് ഏതോ ഒരുത്തിക്ക് കൊടുക്കുക അല്ലേ? നീ ഇവിടെ തന്നെ നിൽക്ക്, ഇവിടെ തന്നെ നിൽക്ക് എന്നും പറഞ്ഞിട്ട് മുറ്റത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചൂലെടുത്ത് വരികയാണ്. മനോഹരൻ കയ്യിലുണ്ടായിരുന്ന പാത്രം അവിടെ വെച്ചിട്ട് ചേച്ചി തല്ലുന്നതൊക്കെ തല്ല് കൊള്ളുന്നുണ്ട്. ചേച്ചി വേണ്ട ചേച്ചി, ചേച്ചി വേണ്ട ചേച്ചി, വേണ്ട 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 ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ തല്ലൊക്കെ കൊണ്ടതിന് ശേഷം പിന്നെ ഓടിക്കളയുകയാണ്. ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, രാത്രി നീ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരിക, ബാക്കി ഞാൻ നിനക്ക് അപ്പം തരാം. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഭക്ഷണം കിട്ടിയത് വേറെ ആൾക്ക് കൊടുത്തതാണെന്ന് കൂടി അറിയുന്നത്. ഈ ദുഷ്ടൻ ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അയ്യോ, എനിക്ക് വല്ലാതെ വിശക്കുന്നല്ലോ ദൈവമേ. ദുഷ്ടൻ, എൻ്റെ വിശപ്പിന് ഒരു വിലയും അവൻ തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെ 2 സ്ത്രീകൾ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, അല്ല, നീയും ഇന്നലെ അവനും കൂടെ എങ്ങോട്ടേക്കാണ് പോയത്? സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞങ്ങൾ തിയേറ്ററിൽ പോയതാടി, അവൾ നാണത്തോടെ പറയാണ്. കുഴപ്പമില്ല, കല്യാണത്തിന് മുമ്പ് തിയേറ്ററിലൊക്കെ പോകാൻ തുടങ്ങിയല്ലോ. കൊള്ളാം, നിങ്ങൾ ഒരുപാട് മുന്നോട്ടേക്കായിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കവിത, കല്യാണത്തിന് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി പനിനീരും കൽക്കണ്ടവും കുങ്കുമവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾ 2 പേരും റിസപ്ഷനിൽ പോയി നിന്ന് കല്യാണത്തിന് വരുന്നവർക്ക് പനിനീർ തളിച്ച് ചന്ദനം കൊടുത്ത് കുങ്കുമവും വെച്ചിട്ട് വിട്. ആ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ജാനകി അവിടെ തന്നെയാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് വാസു വന്നിട്ട് വിളിക്കുന്നുണ്ട്, ജാനകി എന്താ ഏട്ടാ? അപ്പോൾ ജാനകിയെ നോക്കി ചിരിച്ചുകൊണ്ട് വാസു ഒരു റോസാപ്പൂവ് കൊടുക്കുകയാണ്. ജാനകി ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുന്നുണ്ട്. ജാനകി അത് തന്നെ നോക്കി നിൽക്കുകയാണ് വാങ്ങിക്കാതെ. അപ്പോൾ വാസു പറയാണ്, നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള റോസാപ്പൂവ് വാങ്ങിയിട്ട് വന്നതാണ്, ഇന്നാ തലയിൽ വെച്ചോ. അത് കേട്ടപ്പോൾ ജാനകിയുടെ കണ്ണ് നിറയാണ്. അവരത് വാങ്ങിക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി മാറി നിന്നിട്ട് അവരുടെ ആ ഒരു സ്നേഹം നോക്കി നിൽക്കുകയാണ്. അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ വാസു കുറച്ച് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി കണ്ണ് നിറഞ്ഞത്? ഇല്ല ഏട്ടാ, നിങ്ങൾ എനിക്ക് ഇതുപോലെ പൂവ് വാങ്ങി തന്നിട്ട് എത്ര നാളായി, അത് ഓർത്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. അത് കേട്ട് വാസുവിന് വല്ലാത്ത കുറ്റബോധവും സങ്കടവും തോന്നുവാണ്.
ജാനകിയുടെ കണ്ണ് നിറഞ്ഞിട്ട് അവർ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം വാസു വീണ്ടും പഴയതുപോലെ തന്നെ ജാനകിയെ സ്നേഹിക്കുന്നല്ലോ എന്ന് കണ്ടിട്ട്. തെറ്റൊക്കെ എൻ്റേതാണ് ജാനകി. ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് നമ്മൾ ഇത്രയും കാലം പിരിഞ്ഞിരിക്കേണ്ടി വന്നത്. അതൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നെന്ന് കരുതി അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അതൊക്കെ ഇനി നീയും മറന്നേക്ക്. എന്നാ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ജാനകി അത് വാങ്ങിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലക്ഷ്മിക്കും സന്തോഷമായി. ജാനകി അത് തലയിൽ വെക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ വാസു പറയുന്നുണ്ട്, നിൽക്ക് ഞാൻ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് വാസു തന്നെ പോയിട്ട് അത് തലയിൽ വെച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മി അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് എന്തോ തിരഞ്ഞുകൊണ്ട് വന്നതാണ് മഹേന്ദ്രൻ. മഹേന്ദ്രൻ നോക്കുമ്പോൾ ലക്ഷ്മി തനിച്ച് നിന്ന് ചിരിക്കുകയാണ്. അല്ല ലക്ഷ്മി, നീ എന്താ തനിച്ച് നിന്ന് ചിരിക്കുന്നത്? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ തനിച്ച് നിന്ന് ചിരിക്കുകയൊന്നുമല്ല, ഏട്ടൻ അങ്ങോട്ടേക്ക് നോക്ക്. അപ്പോൾ വാസുവിനെയും ജാനകിയെയും മഹേന്ദ്രനും നോക്കുവാണ്. ജാനകിയുടെ തലയിൽ റോസാപ്പൂ വെച്ചു കൊടുക്കുന്ന വാസുവിനെ കണ്ടപ്പോൾ മഹേന്ദ്രനും വല്ലാത്ത സന്തോഷം തോന്നുവാണ്. വാസുവിനെയും ജാനകിയെയും ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അതേ ഏട്ടാ, ഇതുപോലെ മരണം വരെ അവരെപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചു കണ്ടാൽ മതിയായിരുന്നു. വാസു അവളുടെ കൂടെയുള്ളപ്പോൾ അവൾ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നീ കാണുന്നില്ലേ? ഇനി അവൻ ജീവിതത്തിൽ തെറ്റ് ചെയ്യില്ല, കാരണം അവൻ തെറ്റ് തിരുത്തിയവനാണ്. മരണം വരെ വാസുവും ജാനകിയും ഇനി ഇതുപോലെ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. മഹേന്ദ്രൻ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മുറിയിലെത്തിയിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദ്രികയും ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ട് മേക്കപ്പ് ചെയ്ത് അലങ്കോലാക്കിയതായിരുന്നല്ലോ. അതൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് മലർ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ. ആഹാ, എന്താ മലർക്കുട്ടി? ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ എന്നെ വഴക്ക് പറയോ? എന്താടാ അച്ഛൻ മോളെ എന്ത് കാര്യത്തിനാണ് വഴക്ക് പറയുന്നത്? ചോദിച്ചോ. ഞാൻ വരുന്ന വഴിയിൽ ഒരു ബൊമ്മക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബൊമ്മകളുണ്ട്. ആ ബൊമ്മക്കടയിലേക്ക് എന്നെ കൂട്ടിയിട്ട് പോകാമോ പ്ലീസ് അച്ഛാ? മലരിങ്ങനെ യാചിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധു കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. സമയമായിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ പറയാണ്, ശരി വാ പോയിട്ട് വരാം. താങ്ക്സ് അച്ഛാ. ഇതൊക്കെ എന്തിനാണ് താങ്ക്സ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മലറിന്റെ കവിളിലൊരു കിസ് കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ലക്ഷ്മിയും മഹേന്ദ്രനും അങ്ങോട്ടേക്ക് വരുന്നത്. മലർ, നീ ഇവിടെയാണോ ഉള്ളത്? ആ, അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിൾ, മലര് ഇവിടെ അടുത്ത ഏതോ ഒരു ബൊമ്മയുടെ കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവൾക്കത് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയി അത് വാങ്ങിയിട്ട് വേഗം വരാം. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, ടോയുടെ കടയോ? എന്താ സിദ്ധു നീ ഇങ്ങനെ? ഇപ്പോൾ കുറച്ച് നേരത്തിനകം നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് പുറത്തു പോകുന്നത് അത്ര നല്ലതല്ല മോനെ. മുത്തശ്ശ പ്ലീസ് മുത്തശ്ശ. മലരത് കേട്ടിട്ട് പറയാണ്, ഞാനും അച്ഛനും പെട്ടെന്ന് പോയിട്ട് വന്നോളാം. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട അങ്കിൾ. ഞാൻ മലരിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വന്നോളാം. മനസ്സോടെ മഹേന്ദ്രൻ പറയാണ്, ശരി എങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് വാ. അങ്കിൾ, ചന്ദ്രികയോട് കാര്യം പറയണ്ട. ആൻറ്റി അറിയാലോ, അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ല വഴക്ക് പറയും. ദയവ് ചെയ്ത് ഇക്കാര്യം മറന്നു പോകണ്ട ആൻറ്റി. ചന്ദ്രികയെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഞങ്ങളെ ആ വഴക്ക് പറയുക. അവളുടെ അടുത്ത് ഞങ്ങളെ ഇട്ട് കൊടുത്തിട്ട് പോവുക അല്ലേ? ഇല്ല, അതിനു മാത്രം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഞാനും മലരും തിരിച്ച് വേഗം വരും. ഒരു മാക്സിമം ഹാഫ് ആൻ അവറിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വന്നോളാം. ഞങ്ങൾ വേഗം തന്നെ പോയിട്ട് വരാം. ബായ് എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോവാണ്. നീ നോക്ക് ലക്ഷ്മി, മലർ ഈ സമയത്ത് വാശി പിടിച്ച് സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ സിദ്ധു മലറിനെയും കൂട്ടിയിട്ട് ആ ഒരു ടോയ്ക്കടയിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുത്ത് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ മലർ പറയുന്നുണ്ട്, എനിക്ക് 2 ടെഡി ബൊമ്മയാണ് വേണ്ടത്. മലർ ഇഷ്ടപ്പെട്ട ബൊമ്മയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ സിദ്ധു അവൾക്ക് എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മേഘ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മലറിൻ്റെ ആ ഒരു വാശിയൊക്കെ കണ്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. മതി സിദ്ധു വെച്ചാ, നമുക്ക് പോവാം. ഇനി എന്തെങ്കിലും വേണോ? എനിക്ക് ബാർബി ഡോളും കൂടെ വാങ്ങിത്തരാവോ? കുട്ടി പറയുന്നത് കേട്ടപ്പോൾ മേഘയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. മലറിന് അത് കൊണ്ടു കൊടുത്തപ്പോൾ അവൾ ഒന്നുകൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഒന്നുകൂടെ വേണോ? എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എടുത്ത് കൊടുക്കുകയാണ്. മേഘയ്ക്കാണെങ്കിൽ മലറിൻ്റെ വാശി കണ്ടിട്ട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഒക്കെ എന്തിനും ഇവൾ കീഴണ്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, അല്ല മലർക്കുട്ടി, എല്ലാ കാര്യവും നീ എന്തിനാ 2 വെച്ചെടുക്കുന്നത്? അത് ഒന്ന് എനിക്കും ഒന്ന് പ്രിയക്കുമാണ് അച്ഛാ. അത് കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. കാരണം അവൾ ഒരിക്കലും അവളുടെ കാര്യം മാത്രമല്ലല്ലോ ചിന്തിക്കുന്നത്, പ്രിയയുടെ കൂടെ ചിന്തിക്കുന്നുണ്ടല്ലോ. ആഹാ, അത് ശരി, കുഴപ്പമില്ലല്ലോ. പ്രിയ നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടും നീ അവളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? മേഘ കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് മലരിങ്ങനെ 2 വാങ്ങിക്കുന്നത് എന്ന്. അവള് നമ്മുടെ വീട്ടിൽ നിന്ന് പോയെങ്കിലും അവൾ അമ്മയുടെ കല്യാണത്തിന് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ പറഞ്ഞത് അച്ഛാ. ആ കുഞ്ഞിൻ്റെ സ്നേഹം കണ്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ശരിയാടാ എൻ്റെ തങ്കക്കുട്ടി, മോളെ ഇനി എന്തെങ്കിലും വേണമെന്ന് നോക്ക്. ഞാൻ ഇതിനൊക്കെയുള്ള ബില്ലടച്ചിട്ട് ഇതൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് വേഗം വരാം. ദാ ഇപ്പം തന്നെ വരാം കേട്ടോ, ഇവിടെ തന്നെ നിൽക്കണേ. ശരി അച്ഛാ. ആ സമയത്ത് സിദ്ധു പോയപ്പോൾ മേഘ വേഗം തന്നെ മഹേഷിന് കോൾ ചെയ്യാണ്. പറ മേഘ.
ഇതാണ് ശരിയായ സമയം. അവൻ കടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. വേഗം തന്നെ അടിച്ചിട്ട് അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റിക്കോ. ശരി മേഘ. അങ്ങനെ സിദ്ധു സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയുടെ ഡിക്കിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ആ സമയത്ത് അവൻ ഡോറ് തുറന്നിട്ട് അത് വെച്ചതും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മഹേഷ് പിന്നിൽ നിന്ന് വന്നിട്ട് അവരുടെ തലക്കടിക്കുകയാണ്. മഹേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിദ്ധുവായിട്ട് മാറിയിരിക്കുന്ന മഹേഷ്. രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റവും തോന്നില്ല. അങ്ങനെ സ്വഭാവമാണെങ്കിലും കയ്യിലിരിപ്പാണെങ്കിലും ഒക്കെ മഹേഷിൻ്റെ തന്നെയാണല്ലോ. അപ്പോൾ അവനെ സിദ്ധുവിനെ അടിച്ചതിന് ശേഷം ഡിക്കിയിലേക്ക് മാറ്റിയിടുകയാണ്. എന്നിട്ട് മേഘയെ വിളിച്ച് പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ ചെയ്തു മേഘ. ശരി, ഇനി ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാൻ നോക്ക്. ആദ്യം തന്നെ അവൻ്റെ ഷർട്ട് എടുത്തിട്ട് നീ ഇട്ടോ, എങ്കിലേ കാണുന്നവർക്ക് സംശയം വരാതിരിക്കുള്ളൂ. എന്നിട്ട് അവൻ്റെ ഷർട്ട് എടുത്തിട്ടതിന് ശേഷം അകത്തേക്ക് മലറിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മലറിന് കുറച്ചു നേരം വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് നേരെ വന്ന് മലറിനോട് സംസാരിക്കുകയാണ്. മലർ, പർച്ചേസൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വെച്ചാ, എങ്കിൽ വാ പോവാം. ശബ്ദവും ഏറെക്കുറെ സിദ്ധാർത്ഥിൻ്റെത് പോലെ തന്നെയാണ് മഹേഷ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലറിന് സംശയമൊന്നും വന്നില്ല. അങ്ങനെ മലറിനെയും കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ഷോപ്പിലായിട്ട് വേറൊരു ഭാഗത്ത് ഒളിഞ്ഞു നിന്ന് മേഘ നിൽക്കുന്നുണ്ടായിരുന്നു. മേഘയെ കണ്ട സമയത്ത് മഹേഷ് കൈകൊണ്ട് ഇങ്ങനെ ഓക്കെ അല്ലേ എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ്. പെർഫെക്റ്റ് ഓക്കെ എന്ന് മേഘയും കൈകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബില്ല് പേ ചെയ്തതിന് ശേഷം മലറിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതേസമയം സിദ്ധാർത്ഥിനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാറിലാണ് മേഘ ഇരിക്കുന്നത്. സിദ്ധാർത്ഥ ആ ഒരു കാറിൻ്റെ ബാക്ക് സീറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. അവന് ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഘയാണെങ്കിൽ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആഹാ, നീ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോവാണോ? നടക്കില്ല. ഞാനുള്ളപ്പോൾ നീ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് നീ കരുതിയോ? എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. നിൻ്റെ ചന്ദ്രികയുടെ കഴുത്തിലേ മഹേഷാണ് താലി കെട്ടാൻ പോകുന്നത്. മഹേഷ് ഏൽപ്പിച്ച വേറൊരാളുടെ ഡ്രൈവറായിട്ട് വന്നിട്ട് വണ്ടി എടുക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ സിദ്ധുവിനെയും കൊണ്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മഹേഷാണെങ്കിൽ മലറിനെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കല്യാണത്തിനുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് സംശയത്തോടു കൂടിയാണ് കയറുന്നത്. ആരെങ്കിലും തന്നെ പിടിക്കപ്പെടുമോ എന്നുള്ള സംശയത്തിൽ മഹേഷ് അകത്തെത്തിയിട്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ സസൂക്ഷം വീക്ഷിക്കുകയാണ്. ആ സമയത്ത് മലർ പറയുന്നുണ്ട്, അച്ഛാ എന്താ മലർ, നമ്മൾ രണ്ടുപേരും അമ്മയോട് പറയാതെയല്ലേ പുറത്തേക്ക് പോയത്? അമ്മ നമ്മളെ രണ്ടുപേരെയും വഴക്ക് പറയോ? ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് അച്ഛൻ ആദ്യം പോയിട്ട് അമ്മയെ സമാധാനിപ്പിച്ചിട്ട് വാ. അതിനുശേഷം ഞാൻ അമ്മയോട് വന്നിട്ട് സോറി ചോദിച്ചോളാം. അതല്ലേ നല്ലത്. അപ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, എങ്ങനെ ചന്ദ്രികയുടെ മുന്നിൽ ചെന്ന് പോകുന്നുള്ള ആലോചിച്ചിട്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു ചിന്ത കണ്ടപ്പോൾ മലർ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ ആലോചിക്കുന്നത്? അപ്പോൾ സിദ്ധാർത്ഥ ചിരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് സൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ഇപ്പം എന്താ വേണ്ടേ? ഞാൻ പോയി അമ്മയെ സമാധാനിപ്പിക്കണം. ആദ്യം അച്ഛൻ പോയി അമ്മയെ സമാധാനിപ്പിക്കാം. പെട്ടെന്ന് കല്യാണ മണ്ഡപത്തിലുള്ള ഒരാൾ ദൂരേക്ക് നോക്കിയിട്ട് വിളിക്കുകയാണ്, ഏയ് മഹേഷ്. അത് കേട്ടതും മഹേഷ് ശരിക്കും ഷോക്കായിട്ട് ഇങ്ങനെ ചുറ്റിട്ട് നോക്കുകയാണ്. ആരോ തന്നെ കണ്ടുപിടിച്ചു എന്ന് അവന് മനസ്സിലായി. അപ്പോൾ അയാളാണെങ്കിൽ വേറൊരിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ അങ്ങനെ ഷോക്കായിട്ട് നിന്നാ കണ്ടിട്ട് മലരിങ്ങനെ നോക്കുന്നുണ്ട്, അച്ഛനെന്തെങ്കിലും ഞെട്ടി നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. മഹേഷാണെങ്കിൽ ശരിക്കും ജീവൻ പോയ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു എന്നാണ് അവൻ കരുതിയത്. അയാളാണെങ്കിൽ മറ്റേ ആളടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്, എന്താ മഹേഷ് നീ ഇങ്ങനെ നിൽക്കുന്നത്? നിന്നെ സാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ നീ അങ്ങോട്ടേക്ക് ചെല്ല് മഹേഷ്. ഓ, അയാൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുകയാണല്ലോ, അതൊന്നും നോക്കണ്ട, നീ പോയിട്ട് വാ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മലർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനാകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മലർ ചോദിക്കുകയാണ്, എന്താ അച്ഛൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത്? ഏയ് അതൊന്നുമില്ല മോളെ. മഹേഷ് എന്നുള്ള പേര് കേട്ടപ്പോൾ അച്ഛനൊന്ന് ഞെട്ടിയോ? മഹേഷ് ഒന്നും ഇവിടെ വരില്ല അച്ഛാ. മഹേഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലീസിന് അവരെ നമുക്ക് പിടിച്ചു കൊടുക്കാം. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, നന്നായിട്ടുണ്ടടി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്. സ്വന്തം അച്ഛനെ തന്നെ പോലീസ് പിടിച്ചു കൊടുക്കാമെന്നാണല്ലേ നീയൊക്കെ ചിന്തിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഇനി നീയും നിൻ്റെ അച്ഛനും അമ്മയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. സിദ്ധാർത്ഥ് കൂടുതലായിട്ടൊന്നും പറയാതെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം മലര് പിന്നിന്ന് വിളിക്കുന്നുണ്ട്, അച്ഛാ എന്താ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അമ്മയുടെ റൂം ഇങ്ങോട്ടേക്കല്ലേ? മഹേഷ് ശരിക്കും കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവന് ശരിക്കും അറിയില്ലല്ലോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ അല്ലേ അച്ഛൻ മറന്നുപോയടാ. എന്താ അച്ഛാ ഇത്? അമ്മയുടെ റൂം തന്നെ മറന്നുപോയല്ലേ? ഞാൻ പോയിട്ട് ഈ ബൊമ്മയൊക്കെ മുത്തശ്ശിന് കാണിച്ചു കൊടുക്കട്ടെ. ശരി ശരി എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കവറൊക്കെ മലറിനെ ഏൽപ്പിക്കുകയാണ്. അച്ഛൻ പോയി അമ്മയെ സമാധാനിപ്പിക്കുക, അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ? ശരി. എന്നിട്ട് മലർ പോയപ്പോൾ സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിക്കുകയാണ്, അതായത് മഹേഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, മലറിനെ കൊണ്ട് തന്നെ എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, അപ്പോൾ മറ്റുള്ളവർക്കും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വിമൽ നീ സൂപ്പറാണ്. എന്നിട്ട് സിദ്ധാർത്ഥായ മഹേഷ് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ ബോധമില്ലാതെ മേഘയുടെ കാറിലാണുള്ളത്. മേഘ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നിനക്ക് നീ സിദ്ധാർത്ഥിനെയും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടതല്ലേ? നിന്റെ സ്വപ്നം ഇനി നടക്കില്ല.
ആരുടെ കൂടെ ജീവിക്കരുതെന്ന് കരുതിയിട്ടാണോ നീ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതോ അതേ മഹേഷ് തന്നെയാണ് കുറച്ചു നേരം കൊണ്ട് നിന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാൻ പോകുന്നത്. സിദ്ധാർത്ഥാണെന്ന് കരുതി മഹേഷിൻ്റെ കൂടെയാണ് ഇനിയുള്ള കാലം നീ ജീവിക്കാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ബോധമില്ലാതെ ആ കാറിന് പിന്നിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. അപ്പോൾ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ സമയത്ത് മേഘൻ്റെ കൂടെ ഇതിൻ്റെ വണ്ടിയുടെ പിന്നിലായിട്ട് 2 ബൈക്കിലും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മേഘ ഗുണ്ടകളോട് പറയുകയാണ്, അവനെ പിടിച്ചു കൊണ്ടുപോയി അതിനകത്ത് കെട്ടിയിട്. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവർ സിദ്ധാർത്ഥിനെ പിടിച്ചു കൊണ്ടുപോവാണ്. സിദ്ധാർത്ഥിനെ അവർ വലിച്ചു കെട്ടി കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ മേഘ പുച്ഛത്തോടെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ പാവമുണ്ട് കല്യാണ ചെറുക്കൻ, ഇനിയുള്ള ജീവിതകാലം അവൻ ഈ ഗോഡൗണിൽ തന്നെയാണ് ഉണ്ടാവുക. അതേസമയം ചന്ദ്രിക മേക്കപ്പൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അവൾ കണ്ണാടി ഇങ്ങനെ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത്. അവനിങ്ങനെ ചന്ദ്രികയും കൂട്ടുകാരികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു കൂട്ടുകാരി പെട്ടെന്ന് പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, ഇതാ സിദ്ധു വന്നല്ലോടി, ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. അപ്പോൾ സിദ്ധു അകത്തേക്ക് വന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ സിദ്ധു സർ, എന്നോട് പറയാതെ എന്തിനാ പുറത്തേക്ക് പോയത്? അപ്പോൾ മഹേഷ് ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്, ചന്ദ്രിക കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ചിട്ട്. അവന് തൻ്റെ ശബ്ദത്തിൽ മറുപടി പറയാനൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രിക വീണ്ടും ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്, സാറിനോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ എന്നോട് പറയാതെ പുറത്തേക്ക് പോയത് ഈ സമയത്ത്? ഞാൻ സാറിന് എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് അറിയാമോ? അപ്പോൾ അവൻ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ സാർ ഒന്നും പറയാതെ നിൽക്കുന്നത്? വായി തുറന്ന് എന്തെങ്കിലും സംസാരിക്ക്. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാനിപ്പോൾ വായി തുറന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഇവൾ കണ്ടുപിടിക്കുമല്ലോ. അവനൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രിക തന്നെ പറയാണ്, സാർ ഒന്നും പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. മലരാണ് എന്നോടൊന്നും പറയരുതെന്നും പറഞ്ഞ് സാറിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അല്ലേ? ആ, കൂടുതലായിട്ടൊന്നും പറയാതെ മഹേഷ് അങ്ങനെ പറയാണ്. ഇപ്പം തന്നെ അച്ഛനും മോളും ചേർന്നിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? സാർ, അവളോ ചെറിയ കുട്ടി, മുഹൂർത്ത നേരത്തെ ഇങ്ങനെയാണോ സാർ ചെയ്യേണ്ടത്? അവസാന നിമിഷത്തിൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ സാർ ചെയ്യുക? ആ മഹേഷ് വരെ സാറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് ഭ്രാന്തനെ പോലെ അലയുകയാണ്. അത് കേട്ടതും മഹേഷിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്നെ കൊണ്ടാണ് അവൾ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ സാർ ഇങ്ങനെ മലറിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നത് ശരിയല്ല സാർ. അപ്പം അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹേഷിനോടാണെന്ന് നീ മറക്കുകയാണ് ചന്ദ്രിക. അങ്ങനെ ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് മഹേഷ് നിൽക്കുകയാണ് സിദ്ധാർത്ഥിലൂടെ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.